നമസ്കാരം. ഫസ്റ്റ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ട്. Today's headlines brought to you by Sigtron panel lights. Simply exceptional. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാൻ LDFന്റെ പച്ചക്കൊടി. തീരുമാനം മന്ത്രിസഭയ്ക്ക് വിട്ടെന്ന് LDF കൺവീനർ. മുടക്ക് മുതൽ തിരികെ പിടിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി മീഡിയ വണ്ണിനോട്. 100% സൗജന്യമായിട്ടല്ല, മുടക്കുന്ന പണത്തിന് കുറച്ച് റിട്ടേൺ കിട്ടണം. പലിശ സഹിതം റിട്ടേൺ അടയ്ക്കേണ്ട പല പദ്ധതി ഉണ്ടാകും. അല്ലെങ്കിൽ കിഫ്ബി എന്ന് പറയുന്നത് നിന്നുപോകും. റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സ്കീമുകളുണ്ടാവും കിഫ്ബിക്ക്. കിഫ്ബിയുമായി ആലോചിച്ച് തീരുമാനമെന്ന് MV ഗോവിന്ദൻ. ടോൾ പിരിച്ചാൽ തടയുമെന്ന് കോൺഗ്രസ്. സംസ്ഥാന ബജറ്റിൽ വിഴിഞ്ഞത്തിനും വയനാടിനും പ്രത്യേക പരിഗണന. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിയില്ല. മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടെന്നും ധനമന്ത്രി മീഡിയ വണ്ണിനോട്. എട്ടുപേർ കൊല്ലപ്പെട്ട കളമശ്ശേരി ഭീകരാക്രമണ കേസിൽ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം. പ്രതി ദുബായിൽ ജോലി ചെയ്ത കാലത്തെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടും. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. തൃപ്പൂണിത്തുറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ കേസിൽ റാഗിങ്ങിന് തെളിവില്ലെന്ന് സ്കൂൾ അധികൃതർ. മിഹിർ സ്ഥിരം പ്രശ്നക്കാരനെന്ന് വാർത്താക്കുറിപ്പ്. വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ സ്കൂൾ അധികൃതർ. കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് മിഹിറിന്റെ അമ്മ. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ്. പോത്തുണ്ടിയിൽ കനത്ത പോലീസ് സന്നാഹം. ഒളിയിടങ്ങൾ കാണിച്ചുകൊടുത്ത് ചെന്താമര. തെളിവെടുപ്പിനിടയിലും കൂസലില്ലാതെ പ്രതി. സംസ്ഥാനത്ത് നീന്തൽ പാഠ്യവിഷയമാക്കണമെന്ന് നീന്തൽ താരം സജൻ പ്രകാശ്. ഈ കൾച്ചർ നമ്മുടെ കൈവിട്ട് പോയിന്ന് എനിക്ക് ഒരു സങ്കടം തോന്നുന്നു. സോ വെൻ ഗവൺമെന്റ് വിൽ ടേക്ക് ആക്ഷൻ ടുവേർഡ്സ് making swimming a compulsory subject in school, let's say 4th or 5th standard. ദേശീയ ഗെയിംസിൽ മെഡൽ നേട്ടത്തിൽ സന്തോഷമെന്നും സജൻ പ്രകാശ് മീഡിയ വണ്ണിനോട്. ബാസ്കറ്റ്ബോളിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾക്ക് വെള്ളി. നീന്തൽ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ ഹർഷിത ഫൈനലിൽ. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുന്നത് LDF ചർച്ച ചെയ്തതായി സ്ഥിരീകരിച്ച് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. കിഫ്ബിയിൽ എല്ലാം 100% സൗജന്യമായിരിക്കില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അതേസമയം ടോൾ പിരിച്ചാൽ തടയുമെന്ന മുന്നറിയിപ്പുമായി കോൺഗ്രസ് രംഗത്തെത്തി. കിഫ്ബിയുടെ വായ്പകളെല്ലാം സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ കേന്ദ്രം പെടുത്തിയത് തിരിച്ചടിയായി. ഇതോടെയാണ് കിഫ്ബിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ സർക്കാർ തേടിയത്. 50 കോടി മുകളിലുള്ള റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് ടോൾ ഏർപ്പെടുത്തുക, ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ നിന്നും പലിശ സഹിതം പണം തിരികെ പിടിക്കുന്ന സ്കീമുകൾ തുടങ്ങിയവയാണ് സർക്കാർ പരിഗണനയിലുള്ളത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നിയമമന്ത്രിയുമായി പ്രാഥമിക കൂടിയാലോചനകൾ നടന്നെങ്കിലും ടോൾ പിരിക്കാൻ നിയമനിർമ്മാണം നടത്താൻ അന്തിമ ധാരണയായില്ല. എല്ലാം 100% സൗജന്യമായിട്ടല്ല, മുടക്കുന്ന പണത്തിന് കുറച്ച് റിട്ടേൺ കിട്ടണം. പക്ഷെ ഇപ്പം അതിന് നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ കിഫ്ബി എന്ന് പറയുന്നത് നിന്നുപോകും. ഈ പറഞ്ഞ അവർ ഇത് തകർത്തു പോകും. ഇത് തകർത്ത് ഇതൊന്നും ഇല്ലാതാവുകയല്ല വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സ്കീമുകളുണ്ടാവും കിഫ്ബിക്ക്. ഇക്കാര്യത്തിൽ സർക്കാരിന് LDF അനുവാദം നൽകിയതായാണ് സൂചന. ടാക്സ് എല്ലാം GSTയുടെ ഭാഗമായിട്ട് അവർ പിരിച്ചു കൊണ്ടുപോവാണ്. നമുക്കൊന്നും പുതുതായിട്ടുണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് വയ്ക്കുന്നു വികസനത്തിന്. അതിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ആ പ്രശ്നം LDFനകത്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പിരിവുമായി മുന്നോട്ട് വന്നാൽ പ്രക്ഷോഭം നടത്തുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ എതിർപ്പ് പരമാവധി കുറച്ച് എങ്ങനെ ടോൾ പിരിക്കാമെന്നാണ് സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളി. കെൽട്രോണിന്റെ സഹകരണത്തോടെ സാധ്യതാ പഠനവും നടക്കുന്നതായാണ് വിവരം. മീഡിയ വൺ, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ വയനാട് പുനരധിവാസത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും പ്രത്യേക ഊന്നൽ നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇത്തവണ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന സൂചനയും മന്ത്രി നൽകുന്നുണ്ട്. ബജറ്റിന് മുന്നോടിയായി മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണങ്ങൾ. ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുന്നതിനാണ് മുൻഗണനയെന്ന് തറപ്പിച്ചു പറയുന്ന ധനമന്ത്രി ഇത്തവണ വർധന ഉണ്ടാകുമെന്ന സൂചനകളെ തള്ളുന്നുമില്ല. പിന്നീട് ഭാവിയിലേക്ക് അത്തരം കാര്യങ്ങൾ നോക്കേണ്ടതാണ്. അപ്പം
ഇത് കൊടുത്തു തീർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കമ്മിറ്റ്മെൻ്റാണ്. 3 മാസത്തെ ഇനിയും കൊടുക്കാനുണ്ട് കുടിശ്ശിക. അതെല്ലാം കൊടുത്തു തീർക്കും. ബഡ്ജറ്റ് വരുന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ കിട്ടുമെന്ന് പറയുന്നില്ല. കേന്ദ്രം പണം തന്നില്ലെങ്കിലും വയനാട് പുനരധിവാസത്തിന് ബജറ്റിൽ പദ്ധതികൾ ഉറപ്പ്. 750 കോടിയോളം രൂപ വരുന്ന ഒരു ചെലവുള്ള പദ്ധതിയാണ്. അത് നമ്മൾ മുന്നോട്ട് പോകും, പൂർത്തീകരിക്കും. അതിന് എന്തെങ്കിലും മൂക്കുമുറിച്ച് ശകലം മുടക്കാൻ നിൽക്കുന്നതൊന്നും തടസ്സമാവില്ല. വിഴിഞ്ഞം പദ്ധതി നിശ്ചയിച്ചതിലും നേരത്തെ പൂർത്തിയാക്കാനാണ് നീക്കം. 2030കളിലാണ് ഇതിൻ്റെ ആദ്യ പൂർണ്ണമാവേണ്ടത്. പക്ഷേ 2028 അത് പൂർണ്ണമാവും. വിഴിഞ്ഞത്തിന് യാതൊരു കാരണവശാലും ഈ പറഞ്ഞ ശ്വാസം മുട്ടിക്കൽ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രവർത്തനവും മുന്നോട്ട് പോവില്ല. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ നടപ്പിലാക്കിയ പദ്ധതി വീതം വെട്ടിക്കുറയ്ക്കൽ മാത്രമായിരുന്നില്ല പ്ലാൻ ബി. പ്ലാൻ ബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജനകീയമായി ഇത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർഹമായത് കിട്ടാൻ വേണ്ടി പറയുക. ജനങ്ങളുടെ പരിരക്ഷയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകുന്നതായിരിക്കും ഇത്തവണത്തെ ബജറ്റെന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നു. കെ.ആർ. സജു, മീഡിയ 1, തിരുവനന്തപുരം. 8 പേർ കൊല്ലപ്പെട്ട കളമശ്ശേരി ഭീകരാക്രമണ കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം. ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി. കഴിഞ്ഞ ഏപ്രിലിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് അന്വേഷണം. മീഡിയ 1 എക്സ്ക്ലൂസീവ്. കേസിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ഏപ്രിലാണ് കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മാസങ്ങൾക്കിപ്പുറമാണ് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തെക്കുറിച്ച് വീണ്ടും അന്വേഷിക്കാനുള്ള തീരുമാനം. പ്രതിയുടെ വിദേശ ബന്ധത്തെക്കുറിച്ച് ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി അന്വേഷണം നടത്തുന്നതിന് അനുമതി ആവശ്യപ്പെട്ട് DGP ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിരുന്നു. കത്തിന് അനുമതി നൽകിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇന്റർപോളിന്റെ കേരളത്തിലെ ലൈസൺ ഓഫീസറായ ക്രൈംബ്രാഞ്ച് IG നിർദ്ദേശം നൽകി. ഡൊമിനിക് മാർട്ടിൻ 15 വർഷത്തോളം ദുബായിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്നു. ദുബായിൽ വെച്ചും കൊച്ചിയിലേക്ക് എത്തിയപ്പോഴും വിദേശത്തുള്ള നമ്പറുകളിൽ നിന്ന് കോളുകൾ വരികയും മാർട്ടിൻ തിരികെ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെയൊക്കെ നമ്പറാണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഇന്റർപോളിന്റെ സഹായം തേടുന്നതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ഡൊമിനിക് മാർട്ടിൻ ജോലി ചെയ്തിരുന്ന ഇടങ്ങളും താമസ സ്ഥലവും കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടാകും. ഇതിനിടയിൽ ഭീകരാക്രമണത്തിന് മറ്റാരുടെയെങ്കിലും പ്രേരണ ഉണ്ടായി എന്ന് കണ്ടെത്തിയാൽ അവരെ കൂടി പ്രതി ചേർക്കും. ആദ്യഘട്ടത്തിൽ പ്രതിയുടെ വിദേശ ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും നിർണായക വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രതികരണം. നേരത്തെ 8 പേർ കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന UAPA ഒഴിവാക്കിയത് വിവാദമായിരുന്നു. മീഡിയ 1 കൊച്ചി. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി മിഹിർ അഹമ്മദിനെതിരെ ആരോപണവുമായി ഗ്ലോബൽ സ്കൂൾ മാനേജ്മെന്റ്. മിഹിർ പ്രശ്നക്കാരനായിരുന്നുവെന്നും സുഹൃത്തുക്കളുമായി ചേർന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചുവെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. റാഗിംഗ് ആരോപണം തള്ളിയ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് മിഹിറിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻപ് പഠിച്ച സ്കൂളിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് TC ലഭിച്ച ശേഷമാണ് മിഹിർ തങ്ങളുടെ സ്കൂളിലേക്ക് എത്തുന്നത്. വിദ്യാർത്ഥിക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് മിഹിറിന് അഡ്മിഷൻ നൽകിയത്. മിഹിറും സഹപാഠികളും ചേർന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചു. തുടർന്ന് മിഹിറിന്റെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. രക്ഷിതാക്കൾ ആരോപിക്കുന്നത് പോലെ മിഹിറിനെ ആരും റാഗ് ചെയ്തിട്ടില്ല. ആരോപണം ഉയർന്നതിന് പിന്നാലെ അന്വേഷണം നടത്തി. സാക്ഷിമൊഴികളോ മറ്റു തെളിവുകളോ ഇല്ലാത്തതിനാലാണ് ആർക്കെതിരെയും നടപടിയെടുക്കാത്തതെന്നും മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സ്കൂളിന് NOC ഉള്ളതായി തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തെളിവെടുപ്പിന് ശേഷം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ NOC ഉണ്ടെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് KSU പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മീഡിയ 1 കൊച്ചി. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട രീതിയും ഒളിവിൽ കഴിഞ്ഞ സ്ഥലവും പോലീസിന് കാണിച്ചു നൽകി. പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയത്. നാളെ വൈകിട്ട് 3 മണിവരെയാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡന്റുകൾ അതിനുശേഷമാണ് വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സിമ്മും മൊബൈലും ഉപേക്ഷിച്ച സ്ഥലവും അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലം അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറെ സാക്ഷികളുണ്ടായിരുന്നു. അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അത് ഞങ്ങൾ പിന്നെ തരയും. എന്നില്ല ശാസ്ത്രീയ തെളിവുകൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇന്നും അതായിരുന്നു. ഇന്ന് പോകുന്നില്ല. പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പഴയതാണ്. നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ അയാളുടെ അവസ്ഥ, അയാൾ സംസാരിച്ച് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? അതെ അതെ
രക്ഷപ്പെട്ട വഴികളാണ് ഇപ്പോൾ കാണിച്ചത്. നന്ദഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദഗോപാൽ, എത്ര നേരം ഈ തെളിവെടുപ്പ് നടന്നു? ചെന്താമര നേരത്തെ ഉള്ളതുപോലെ തന്നെ സങ്കോചം ഏതുമില്ലാതെയായിരുന്നോ ഈ തെളിവെടുപ്പിൽ പൂർണ്ണമായും പങ്കെടുത്തത്? നഫൽ ഏതാണ്ട് 12:20 കൂടിയാണ് ചെന്താമരയെ ഈ കുറ്റകൃത്യം നടന്ന പ്രദേശത്ത് ബോയൻ കോളനിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നിന്നും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ മുൻപത്തെ പോലെ തന്നെ ഇയാൾ പോലീസിന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നൽകുകയായിരുന്നു. ആദ്യം തന്നെ കൊണ്ടുവന്നത് ഈ സുധാകരനെ കൊലപ്പെടുത്തിയ ആ ഒരു വഴിയരികിലേക്കാണ്. അവിടെ നിന്നും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അതിനുശേഷം ഇയാളുടെ വീട്ടിലേക്ക്, ചെന്താമരയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയാണ് ഈ ആയുധങ്ങളൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇയാൾ രക്ഷപ്പെട്ട ഒരു വഴി, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ വഴി ഇപ്പോൾ കാണുന്ന ദൃശ്യം ഈ ഒരു സ്ഥലത്ത് ഇവിടെ നിന്നുമാണ് ലക്ഷ്മിയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മുന്നിൽ കാണുന്ന ഈ വയലിലൂടെ ഇയാൾ ഈ ഒരു പ്രദേശത്തേക്ക്, വനത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു വീട്, ഇതാണ് കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും വീട്. ഈ വീടിന്റെ മുന്നിൽ വെച്ചാണ് ലക്ഷ്മിയെ ചെന്താമര കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ച് വയലിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. തൊട്ടു മുൻപിലായി മലകളുണ്ട്. ഈ മലകൾക്ക് മുകളിലാണ് ഇയാൾ രക്ഷപ്പെട്ട് ഒളിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന വിശദീകരണം. ഇതോടെ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതായത് കുറ്റകൃത്യം നടന്ന് അതിനുശേഷം രക്ഷപ്പെട്ട സംഭവം, അതാണ് പോലീസ് ഇന്നിവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എലവഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും ആയുധം കൊണ്ടുവന്ന സ്ഥലമുണ്ട്. അവിടെ തെളിവെടുപ്പ് ഇന്ന് നടത്തുന്നില്ല എന്നുള്ളതാണ്. നാളെ 3 മണിവരെയാണ് കസ്റ്റഡി കാലാവധി. അപ്പോൾ നാളെ ഈ എലവഞ്ചേരിയിൽ കൊണ്ടുവന്ന ഈ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും ഈ നിലവിൽ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 500-ലധികം പോലീസുകാർ ഈ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർ പൂർണ്ണമായും പോലീസിനോട് സഹകരിച്ച കാഴ്ച കൂടിയാണ് കണ്ടത്. തെളിവെടുപ്പ് കൃത്യമായി നടത്താൻ ആ നടപടികൾ ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്ന വിവരങ്ങളാണ് നന്ദഗോപാൽ നൽകിയത്. ഇനി നിർമ്മിത ബുദ്ധിയിൽ എം വി ഗോവിന്ദന്റെ നിലപാട് കാണാം. AI സാങ്കേതിക വിദ്യയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇത് ചൂഷണത്തിന് വഴിയൊരുക്കും. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് AI വഴിയൊരുക്കുമെന്നും എം വി ഗോവിന്ദൻ CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു. 50% ജനങ്ങൾക്ക് 3%, 10% ജനങ്ങൾക്ക് 87% സമ്പത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഉൽപാദന വിതരണ ഘടനയിലാണല്ലോ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. എന്താ? ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ഈ AI സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക? നമ്മുടെ നാട്ടിലെ കർഷകത്തൊഴിലാളിൻ്റെ കയ്യിലാണ്, കൃഷിക്കാരൻ്റെ കയ്യിലാണ്, ഇടത്തരക്കാരൻ്റെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ് വരിക? എല്ലാം വരുന്നത് ഈ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് 60%-ലധികം തൊഴിലില്ലായ്മയും മനുഷ്യരുടെ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി? സ്ഫോടനാത്മകമായിരിക്കും. അന്നേ പറഞ്ഞത് തന്നെയാണ്. അത് ഞാൻ സംശയം തള്ളതെന്ന്. ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർക്സ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഒന്നുകൂടി കേൾക്ക്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാൻ നോക്കും. ADGP MR അജിത് കുമാറിനെ പോലീസിന്റെ കായിക ചുമതലയിൽ നിന്ന് മാറ്റി. ADGP S ശ്രീജിത്തിനാണ് പകരം ചുമതല. ബോഡി ബിൽഡിംഗ് താരങ്ങളുടെ നിയമന വിവാദങ്ങൾക്കിടെയാണ് കേരള പോലീസ് സെൻട്രൽ സ്പോർട്സ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയത്. കേരള പോലീസിന്റെ സെൻട്രൽ സ്പോർട്സ് ഓഫീസറായിരുന്നു ADGP MR അജിത് കുമാർ. സ്പോർട്സ് കോട്ട വഴി പോലീസിൽ നിയമനം നൽകേണ്ട ചുമതല സെൻട്രൽ സ്പോർട്സ് ഓഫീസറുടേതാണ്. വിജിലൻസ് കേസ് ഉൾപ്പെടെ നിലനിൽക്കുന്നതിനാൽ പല നിയമനങ്ങളും നടത്തുന്നതിനും അജിത് കുമാർ മടിച്ചു. തന്നെ കേരള പോലീസിന്റെ സെൻട്രൽ സ്പോർട്സ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ADGP MR അജിത് കുമാർ DGPയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MR അജിത് കുമാറിനെ മാറ്റിയതെന്നാണ് DGPയുടെ ഉത്തരവിൽ പറയുന്നത്. S ശ്രീജിത്താണ് പുതിയ സെൻട്രൽ പോലീസ് ഓഫീസർ. കണ്ണൂരിലെ വോളിബോൾ താരത്തെ സിവിൽ പോലീസ് ഓഫീസറായി നിയമിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും MR അജിത് കുമാർ ഫയൽ നീക്കം നടത്തിയില്ല. 2 ബോഡി ബിൽഡിംഗ് താരങ്ങളെ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി CIമാരായി നേരിട്ട് നിയമനം നടത്താൻ തീരുമാനിച്ചത് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം. നേതൃത്വത്തെ വെട്ടിലാക്കി കോഴിക്കോട് CPMൽ വിമത നീക്കം. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ വടകരയിൽ പ്രവർത്തകർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ജില്ലാ നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്.
വടകരയിൽ വിഭാഗീയത ഇല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടി അംഗങ്ങളടക്കം 40ഓളം പ്രവർത്തകരാണ് മണിയൂർ തുറശ്ശേരിമുക്കിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പാർട്ടിയെ ചിലർ സ്വന്തം ഇഷ്ടത്തിന് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. വടകര മേഖലയിലെ ജനകീയ മുഖമായ PK ദിവാകരൻ തഴഞ്ഞതാണ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തിയുണ്ടാക്കിയത്. സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയ പ്രതിഷേധം ഇന്നലെ പരസ്യ പ്രതിഷേധമായി മാറുകയായിരുന്നു. പരസ്യ പ്രതിഷേധത്തെക്കുറിച്ച് CPM ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം വിഭാഗീയ നീക്കങ്ങളെന്ന റിപ്പോർട്ടുകളെ സംസ്ഥാന നേതൃത്വം തള്ളി. ഒരു എതിർപ്പുമില്ല, വെറുതെ പറയുന്നത് മാത്രമേ. ആ സമ്മേളനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യം നോക്കി ഒന്നും നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ അവസാനം പറയുന്നത് മാത്രമേ ഉള്ളൂ. CPM ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാനത്ത് ഒരിടത്തും ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഒഞ്ചിയത്തിന് സമീപത്തുണ്ടായ പുതിയ നീക്കങ്ങളെ CPM നേതൃത്വം ഗൗരവമായി കാണുന്നുണ്ട്. മീഡിയ 1 കോഴിക്കോട്. സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് ശുപാർശ അംഗീകരിച്ച് സർക്കാർ. സിൻഡിക്കേറ്റ് ശുപാർശ പ്രകാരം രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും കാലാവധി നീട്ടാൻ സർക്കാർ രജിസ്ട്രാർക്ക് കത്ത് നൽകി. അനധികൃത യോഗത്തിൽ എടുത്ത തീരുമാനം എന്ന് കാട്ടി VC ഈ ശുപാർശകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. കഴിഞ്ഞ ജനുവരി 16 ചേർന്ന സിൻഡിക്കേറ്റ് യോഗം മുതൽ സാങ്കേതിക സർവകലാശാലയിൽ തർക്കങ്ങളാണ്. അനധികൃത യോഗമായതിനാൽ റദ്ദാക്കിയെന്ന് VCയും അങ്ങനെ റദ്ദാക്കാൻ നിയമപ്രകാരം കഴിയില്ല എന്ന സിൻഡിക്കേറ്റും വാദിച്ചു. പിന്നാലെ സിൻഡിക്കേറ്റിനെ മറികടന്ന് യോഗ തീരുമാനങ്ങൾ റദ്ദാക്കി വൈസ് ചാൻസലർ ഉത്തരവിറക്കി. ഇതോടെ രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും കാലാവധി നീട്ടുന്ന അടക്കം അന്നെടുത്ത പല പ്രധാന തീരുമാനങ്ങളും റദ്ദാക്കപ്പെട്ടു. പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ സ്വന്തം നിലയ്ക്ക് കൺട്രോളറുടെ കാലാവധി നീട്ടാൻ വൈസ് ചാൻസലർ സർക്കാരിന് കത്തയച്ചെങ്കിലും അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തള്ളി. അതിനാൽ തന്നെ താൽക്കാലികമായി ഒരാൾക്ക് പരീക്ഷാ കൺട്രോളറുടെ ചുമതല നൽകിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ വൈസ് ചാൻസലറുടെ തീരുമാനം മറികടന്ന് സിൻഡിക്കേറ്റിന് അനുകൂലമായി സർവകലാശാലയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷാ കൺട്രോളറായിരുന്ന ഡോക്ടർ അനന്തരശ്മിക്കും രജിസ്ട്രാറായ ഡോക്ടർ പ്രവീണിനും കാലാവധി നീട്ടി നൽകാം എന്നതാണ് കത്തിന്റെ ഉള്ളടക്കം. 16-ാം തീയതി ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനപ്രകാരമുള്ള ശുപാർശ സർക്കാർ അംഗീകരിക്കുന്നുവെന്നും ഇത് പ്രകാരമുള്ള തുടർ നടപടി സ്വീകരിക്കണമെന്നും രജിസ്ട്രാർക്ക് നൽകിയ കത്തിൽ പറയുന്നു. ഇതിന്മേൽ വൈസ് ചാൻസലർ എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1 തിരുവനന്തപുരം. KSRTCയിൽ പ്രതിപക്ഷ തൊഴിലാളി സംഘടനയായ TDFന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കി. പണിമുടക്ക് സർവീസുകളെ കാര്യമായി ബാധിച്ചില്ല. 90% സർവീസുകളും നിരത്തിലിറങ്ങി. കൃത്യസമയത്ത് ശമ്പളം നൽകുക, DA കുടിശ്ശിക അനുവദിക്കുക, തൊഴിലാളി വിരുദ്ധ സ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു ദിവസത്തെ പണിമുടക്ക്. തിരുവനന്തപുരം തമ്പാനൂരിൽ ബസ് തടയാനുള്ള TDF പ്രവർത്തകരുടെ ശ്രമം നേരിയ സംഘർഷമുണ്ടാക്കി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 103 മാസമായിട്ടും യഥാസമയം ശമ്പളം കൊടുത്തിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൃത്യമായി ശമ്പളം കൊടുക്കണമെന്നാണ്. കോടതി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, മന്ത്രിമാർ ഉറപ്പ് നൽകി. ഒരു ഉറപ്പും പാലിക്കപ്പെടുന്നില്ല. സ്വിഫ്റ്റ് ഡ്രൈവർമാരെ നിയോഗിച്ച് പരമാവധി സർവീസ് ഇറക്കാൻ മാനേജ്മെന്റിനായി. സംസ്ഥാനത്താകെ 272 സർവീസുകൾ മാത്രമാണ് മുടങ്ങിയത്. 4026 ബസ്സുകൾ സർവീസിനയക്കാൻ കഴിഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം. കൊച്ചി വൈറ്റ്ലയിലെ ചന്ദർകുഞ്ച് സൈനിക ഫ്ളാറ്റ് ടവറുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം 2 ആഴ്ചക്കകം സമിതി രൂപീകരിക്കും. ഒഴിപ്പിക്കുന്ന താമസക്കാർക്ക് താൽക്കാലിക താമസ സൗകര്യവും സമിതി കണ്ടെത്തും. 2018 തന്നെ നിർമ്മാണത്തിലെ പിഴവിനെക്കുറിച്ച് AWHOയെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും ഫ്ളാറ്റ് ഉടമകൾ ആരോപിച്ചു. മീഡിയ 1 ഇംപാക്ട്. ടവറുകൾ പൊളിച്ച് പുതിയവ നിർമ്മിക്കാനും താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾക്കും ജില്ലാ കളക്ടർ 2 ആഴ്ചയ്ക്കുള്ളിൽ സമിതി രൂപീകരിക്കും. പരിചയസമ്പന്നനായ സ്ട്രക്ചറൽ എഞ്ചിനീയർ, റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, ടൗൺ പ്ലാനിംഗ് വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, നഗരസഭാ എഞ്ചിനീയർ എന്നിവരെയും ഫ്ളാറ്റ് പൊളിച്ചു മാറ്റാനും പുനർനിർമ്മിക്കാനും പദ്ധതി നിർവഹണത്തിനും ആവശ്യമായ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരെയും സമിതിയിൽ ഉൾപ്പെടുത്തും. താമസക്കാരെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാനാണ് തീരുമാനം. ഇവർക്ക് താൽക്കാലിക താമസ സൗകര്യവും സമിതി തന്നെ കണ്ടെത്തും. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി നിർമ്മിക്കപ്പെട്ട ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയത്തിലെ B-C ടവറുകളാണ് പൊളിക്കേണ്ടത്. താമസക്കാർ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഒഴിപ്പിക്കുന്നവർക്ക് വാടക ഇനത്തിൽ പ്രതിമാസം പണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം കരാർ ലംഘനം നടന്നിട്ടുണ്ടെന്നും നിർമ്മാണത്തിലെ പിഴവുകളെക്കുറിച്ച് AWHOയ്ക്ക് അറിയാമായിരുന്നുവെന്നും ഫ്ളാറ്റ് ഉടമകൾ ആരോപിച്ചു. ഒരു നല്ല പ്രഷർ അവർക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല.
എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. പക്ഷെ ഇതല്ലേ അതിലും വലിയൊരു ഡിമോട്ടിവേഷൻ. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫ്ളാറ്റിന് ബലക്ഷയമുണ്ടെന്ന വാർത്ത മീഡിയ വണ്ണാണ് പുറത്തു കൊണ്ടുവന്നത്. മീഡിയ വൺ, കൊച്ചി. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച സാദിഖ് അലി തങ്ങളുടെ പരാമർശം തമാശയാണെന്ന് കെ മുരളീധരൻ. ആദ്യം കെട്ടിടം പണിയണം, എന്നിട്ട് ഫർണിച്ചർ വാങ്ങാമെന്നും മുരളീധരൻ പരിഹസിച്ചു. കോൺഗ്രസ് വിചാരിച്ചാൽ മുസ്ലിം ലീഗ് പ്രതിനിധിയെ മുഖ്യമന്ത്രിയാക്കാമെന്നായിരുന്നു സാദിഖ് അലി തങ്ങളുടെ പരാമർശം. ആദ്യം ബിൽഡിംഗ് പൂർത്തിയാക്കുക, എന്നിട്ട് ഫർണിച്ചർ വാങ്ങാം. പക്ഷെ തങ്ങൾ തമാശ പറഞ്ഞാണ് കേട്ടോ. മറ്റേ പത്രക്കാർ ചോദിച്ചു ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനമല്ല, മുഖ്യമന്ത്രി സ്ഥാനം തന്നാൽ സന്തോഷം, അത്രയേ പറഞ്ഞുള്ളൂ. ഒരു ചോദ്യത്തിന് തമാശ രൂപത്തിൽ പ്രതികരിച്ചതാണ്. അതിന് ആ രീതിയിൽ അതിനൊരു ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം അധികാരം കിട്ടുക, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. സ്കൂൾ തലം മുതൽ നീന്തൽ പാഠ്യവിഷയമാക്കണമെന്ന് ഒളിമ്പ്യൻ സജൻ പ്രകാശ്. ദേശീയ ഗെയിംസിലെ 4 മെഡൽ നേട്ടത്തിന് പിന്നാലെയാണ് സജന്റെ പ്രതികരണം. കൈവിട്ടുപോയ കേരളത്തിന്റെ കായിക സംസ്കാരം തിരികെ കൊണ്ടുവരണമെന്നും സജൻ അഭിപ്രായപ്പെട്ടു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. When government will take action towards making swimming a compulsory subject in school, let's say 4th or 5th standard, അപ്പോൾ നമ്മളുടെ ഇടയ്ക്ക് കുറെ സ്വിമ്മേഴ്സും അങ്ങനെ ഗ്രോ ആയി വരും. ഒരു സ്പോർട്ടിംഗ് കൾച്ചർ നമ്മുടെ കൈ വിട്ട് പോയിന്ന് എനിക്ക് ഒരു സങ്കടം തോന്നുന്നത്. ദ അസോസിയേഷൻ ഓർ ദ ഗവൺമെന്റ് ഷുഡ് ടേക്ക് അപ്പ് ദിസ് മാറ്റർ. കുറെ സ്പെസിഫൈഡ് വർക്കൗട്ട്സും സ്പെസിഫൈഡ് ഇക്കോസിസ്റ്റം നമ്മൾ സ്വിമ്മേഴ്സിന് വേണ്ടി ഉണ്ടാക്കണം. ദേശീയ ഗെയിംസിൽ ഇന്ന് കേരളത്തിന് 2 വെള്ളിയും 2 വെങ്കലവും. 3x3 പുരുഷ വനിതാ ബാസ്കറ്റ്ബോളിൽ വെള്ളി മെഡൽ നേടി. പുരുഷ ടീം തെലങ്കാനയോടും വനിതാ ടീം മധ്യപ്രദേശിനോടും ഫൈനൽ പരാജയപ്പെട്ടു. പുരുഷ വിഭാഗം വാട്ടർ പോളോയിൽ പശ്ചിമ ബംഗാളിനെ പരാജയപ്പെടുത്തി കേരളം വെങ്കല മെഡൽ നേടി. നീന്തലിൽ വനിതകളുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ ഹർഷിത ജയറാം ഫൈനലിൽ പ്രവേശിച്ചു. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,770 രൂപ, പവന് 62,160. 18 ക്യാരറ്റ് 6,445 രൂപയാണ് ഗ്രാമിന്, പവന് 51,640. വെള്ളി ഗ്രാമിന് 102 രൂപ.